എല്ലാവർക്കും ഹൊറൈസൺ PSC ആൻഡ് ജോബ്സിന്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സഹകരണ പൊതുമേഖലാ സ്ഥാപനമായ തിരുവനന്തപുരത്തെ HLL ലൈഫ് കെയർ ലിമിറ്റഡിലെ ട്രെയിനീസിന്റെ ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട്. SSLC ട്രെയിനീസ്, ITI ട്രെയിനീസ്, ഡിപ്ലോമ ട്രെയിനീസ്, ഗ്രാജുവേറ്റ് ട്രെയിനീസ് എന്നീ കാറ്റഗറികളിലേക്കാണ് ഒഴിവുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ നോക്കാം. ആദ്യത്തേത് SSLC ട്രെയിനീസിന്റെ ഒഴിവാണ്. ഇതിന്റെ യോഗ്യത SSLC ഓർ VHSC ഓർ +2 പാസ്. സ്റ്റൈഫൻഡ് നോക്കിയാൽ ആദ്യ വർഷം 9,000, രണ്ടാം വർഷം 10,000, മൂന്നാം വർഷം 11,500 എന്നിങ്ങനെയാണ്. അടുത്തത് ITI ട്രെയിനീസിന്റെ ഒഴിവാണ്. ITI പാസ്സായവർക്കാണ് അവസരം. ആദ്യ വർഷം 9,500, രണ്ടാം വർഷം 10,500, മൂന്നാം വർഷം 12,000 എന്നിങ്ങനെയാണ് മന്ത്ലി സ്റ്റൈഫൻഡ്. അടുത്തത് ഡിപ്ലോമ ട്രെയിനിയുടെ ഒഴിവാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, മെക്കാനിക്കൽ, സേഫ്റ്റി, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായവർക്കാണ് അവസരം. ആദ്യ വർഷം 10,000, രണ്ടാം വർഷം 11,000, മൂന്നാം വർഷം 12,500 എന്നിങ്ങനെയാണ് മന്ത്ലി സ്റ്റൈഫൻഡ്. അടുത്തത് ഗ്രാജുവേറ്റ് ട്രെയിനിയുടെ ഒഴിവാണ്. BSc ഫിസിക്സ്, കെമിസ്ട്രി ഓർ മാത്തമാറ്റിക്സ് പാസ്സായവർക്കാണ് അവസരം. ഇതിന്റെ മന്ത്ലി സ്റ്റൈഫൻഡ് 10,000, 11,000, 12,500 എന്നിങ്ങനെയാണ്. ഇതിന്റെ പ്രായപരിധി നോക്കിയാൽ 18 മുതൽ 30 വരെ. ജനുവരി 1, 2024 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത്. ഇനി ഇതിന്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് 30 മിനിറ്റ് ദൈർഘ്യമുള്ള സെലക്ഷൻ ടെസ്റ്റിലൂടെയാണ്. ജനുവരി 5, 2024 സെലക്ഷൻ ടെസ്റ്റ് നടത്തുന്നത്. തിരുവനന്തപുരത്തെ പേരൂർക്കടയിലെ HLL ലൈഫ് കെയർ ലിമിറ്റഡിലെ സർഗം ഹാളിൽ വെച്ചിട്ടാണ് സെലക്ഷൻ ടെസ്റ്റ് നടത്തുക. ഇതിന്റെ റിപ്പോർട്ടിംഗ് ടൈം ജനുവരി 5 രാവിലെ 9:15. ഇനി ഇതിന്റെ നിയമനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ പേരൂർക്കടയിലെ HLL ലൈഫ് കെയർ ലിമിറ്റഡിലായിരിക്കും. മുൻപ് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ളവരോ അതുപോലെ തന്നെ ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയോ ഈ ഒഴിവിൽ പരിഗണിക്കുന്നതല്ല. അപ്പോൾ താല്പര്യമുള്ളവർ ജനുവരി 5-ാം തീയതി യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികളും അതോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡിൻ്റെ ഒറിജിനലും കോപ്പിയും ഉൾപ്പെടെ വേണം സെലക്ഷൻ ടെസ്റ്റിന് ഹാജരാകാനായിട്ട്. അതുപോലെ തന്നെ സെലക്ട് ചെയ്യപ്പെടുന്നവർ മിനിമം 1 വർഷമെങ്കിലും ട്രെയിനിങ്ങിൽ പങ്കെടുത്താൽ മാത്രമേ അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ.